നമ്മുടെ കൂട്ടുകാരെ ഈ താഴെ കാണുന്ന ഒരു കമന്റ് കണ്ടോ? അപ്പോൾ ഈ പേര് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ തീരദേശത്തുള്ള ഏതോ പയ്യൻ തന്നെയാണ് കേട്ടോ. തീരദേശത്തുള്ള നമ്മുടെ പയ്യന്മാർ ഇതുപോലുള്ള കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ഏതൊക്കെ തരത്തിലാണ് കമന്റ് ചെയ്യേണ്ടത്? എന്നാൽ സൗരം പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഫെബ്രുവരി 27-ാം തീയതിയാണ്. ഞാൻ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുണ്ട്. അപ്പോൾ സൗരം പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അമ്മയെ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ മംഗലത്തോണ മാർക്കറ്റിൽ മീൻ വിറ്റുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ഈ പുതുപ്പ് അഥവാ പരവെന്നറിയപ്പെടുന്ന മീനൊക്കെ വിറ്റുകൊണ്ടിരുന്ന ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സീസൺ ടൈമിന് മാത്രം കിട്ടുന്ന മീനാണെന്ന്. ഇന്ന് ഫെബ്രുവരി 27-ാം തീയതി അമ്മ എടുത്തു വെച്ചിരിക്കുന്ന മീനെ ഞാൻ കാണിച്ചു തരാം. അഥവാ പുതുപ്പ് പരവെന്നൊക്കെ പറയുന്ന മീന്. അപ്പോൾ കിട്ടാത്ത മീനെ നിങ്ങൾ കണ്ടു നോക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ? ഇതൊക്കെ വിഴിഞ്ഞം കടപ്പുറത്ത്. ഞാൻ അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാഷുമായിട്ട് വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മീൻ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു മീനിൻ്റെ വില നമ്മുടെ കടപ്പുറത്ത് മാത്രം 300 രൂപ വിലയാകും കേട്ടോ. കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ നെമ്മീനിനേക്കാൾ അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ മീൻ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ട്രിവാൻഡ്രം ജില്ലയിലെ മംഗലത്തോണം ഫിഷ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അമ്മ അവിടെ ഈ മീൻ വിൽക്കുന്നുണ്ട്. ഈ മീൻ വാങ്ങിച്ചുകൊണ്ട് പോവുക കേട്ടോ. ഒന്ന് കഴിച്ചിട്ട് മാത്രം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയെ. ബാക്കി മീൻ ഇവിടെ ചരുവത്തിൽ കിടപ്പുണ്ട്. ആ മീനും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മാത്രം കിട്ടുന്ന മീനല്ല കേട്ടോ. ഇന്ന് ഫെബ്രുവരി 27-ാം തീയതിയാണ്. 27-ാം തീയതിയും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പരവ, കുതുപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന മീനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്നിൽ വിഴിഞ്ഞത്ത് വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ മംഗലത്തോണത്ത് പോയി കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. ഈ കാണുന്നതാണ് എൻ്റെ അമ്മ. ഇതാ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ മംഗലത്തോണം ഫിഷ് മാർക്കറ്റ് കേട്ടോ. അപ്പോൾ അമ്മ കൊണ്ടുവന്ന മീനെ ഒന്ന് കാണിച്ചു തരാം അമ്മ. അപ്പോൾ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണി മുതൽ ഏകദേശം നമുക്ക് 2 മണി വരെ അമ്മ ഇവിടെ കാണും കേട്ടോ. കണ്ടോ, കണ്ണൻ കൊടിയാള്, പച്ചയ്ക്ക് പച്ച കണ്ണൻ കൊടിയാളാണ് കേട്ടോ. ഇതെല്ലാം കാണുന്നതെല്ലാം കണ്ണൻ കൊടിയാളാണ്. പിന്നെ കണ്ടോ കുട്ടിച്ചൂര്, ഉണ്ടോ കുട്ടിച്ചൂര്. അമ്മ എത്ര മണി വരെ ഇവിടെ കാണും അമ്മ? എത്ര മണി വരെ കാണും? 2 മണി വരെ കാണുമെന്നാണ് പറയുന്നത്. കണ്ടോ, ഈ കാണുന്ന എല്ലാമാണ് കുതുപ്പ്, പരവ എന്നൊക്കെ പറയുന്ന മീനുകളാണ് കേട്ടോ. ഒരു കൂട്ടുകാരൻ ചെയ്തിരുന്ന കമൻ്റാണ് കേട്ടോ. സീസൺ ടൈമിന് മാത്രമാണ് ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ മംഗലത്തോണം ഫിഷ് മാർക്കറ്റിൽ വരിക, അടിപൊളി മീനുകൾ വാങ്ങുക. കുറച്ച് വില കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സൈക്കിളിൽ കയറ്റി ഇവിടെയാണ് കേട്ടോ മീൻ. അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. മറക്കണ്ട, ടൈമെന്ന് പറഞ്ഞാൽ മറക്കണ്ട കേട്ടോ. നമുക്ക് ഒരു 11 മണി മുതൽ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണി വരെ അമ്മ ഇവിടെ കാണും കേട്ടോ. ഇതാണ് കാണുന്നതാണ് മംഗലത്തോണം മാർക്കറ്റ്. ഇതാണ് നമ്മുടെ ചേട്ടൻ മീൻ കൊണ്ടുപോകുന്ന ചേട്ടൻ. ഇതാണ് കേട്ടോ അമ്മയുടെ മീൻ. പേര് പറഞ്ഞു കൊടുത്തേ? ദാസൻ ചേട്ടനാണ് കേട്ടോ. സ്ഥലം അവിടെ ബാല്യത്തുള്ള ചേട്ടനാണ്. ഇവിടെ ഇതുപോലെ സൈക്കിളിൽ മീൻ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് കേട്ടോ. കറക്കടി വണ്ടി നോക്കി. അപ്പോൾ ഇന്ന ഡേറ്റ് ഫെബ്രുവരി 27-ാം തീയതിയാണ് കേട്ടോ. 7-ാം തീയതി ഉള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ എത്തിക്കാനുള്ളൊരു കാരണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരന് സംശയം മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെപ്പോലെ അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് വഴി നിങ്ങൾ രേഖപ്പെടുത്താതിരിക്കുക കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാർ തെറ്റിദ്ധാരണ കൊണ്ട് ആ മീനുകൾ വാങ്ങാതെ പോകാനായിട്ട് സാധ്യത ഉണ്ട്. ഓക്കെ എന്നാ.